മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ വിനീതമായ കോപ്പുകൈ. പ്രൈസ് ലോർഡ്. ഞാൻ ഡോക്ടർ രാജു കെ ബേബി, കൊട്ടാരക്കരയ്ക്കടുത്ത് തൃക്കണമംഗൽ പ്രയർ ക്ലിനിക് എന്ന് പറയുന്ന ഒരു ചെറിയ സ്ഥാപനത്തിൽ, എൻ്റെ സ്വന്തം സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. അതിൻ്റെ ഫോൺ നമ്പർ താഴെ ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ അതിൽ കൂടി എന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ നേരിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്രകാരവും സംസാരിക്കും. അങ്ങനെ നിങ്ങൾക്ക് സംശയങ്ങൾ, ആരോഗ്യകരമായ സംശയങ്ങൾ കഴിവതും എനിക്കറിയാവുന്നത് ഞാൻ പറഞ്ഞു തരാം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട എല്ലാവർക്കും നന്ദി പറയുന്നു. ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ ഇടുക. അതിന് മടി കാണിക്കരുത്. അത് വോയിസ് മെസ്സേജ് ഇടാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഇട്ടാലും ഞാൻ കേട്ടോളാം. അതുപോലെ നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഏതാണ്ട് 500 സബ്സ്ക്രൈബർമാരെ ഇപ്പോഴേ ഉള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട എൻ്റെ പ്രേക്ഷകർ ഇത് എടുക്കണമേ എന്ന് പറയുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുക്കൽ കടന്നു വന്നിരിക്കുന്നത് പാമ്പിൻ്റെ കടി. വിവാദമായി ഇന്നൊരു പാമ്പ് കടി ഉണ്ടായി. പാമ്പിൻ്റെ കടിയെ കുറിച്ച് പറയാനായിട്ടാണ് ഞാനിന്ന് കടന്നു വന്നിരിക്കുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ ജോലി ചെയ്ത ഒരു ആശുപത്രിയാണ് കൊട്ടാരക്കര KNS ആശുപത്രി. അന്ന് അവിടുത്തെ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ നയനൻ കുരോളയായിരുന്നു. അദ്ദേഹം പാമ്പ് കടി ശരിക്കെടുക്കുമായിരുന്നു. വളരെ ധൈര്യവാനായൊരു ഡോക്ടറായിരുന്നു. അപ്പോൾ അന്നെല്ലാം അന്നത്തെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പിനെ തല്ലിക്കൊന്നുകൊണ്ട് വരിക, അവർ കൂട്ടിലാക്കി കൊണ്ടുവരുമായിരുന്നു. അപ്പോൾ നമുക്ക് എന്ത് പാമ്പാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഇന്ന് പാമ്പിനെ തല്ലിക്കൊല്ലാൻ നമുക്ക് വകുപ്പില്ല. ഈ പാമ്പിനെ എല്ലാം പിടിച്ചിട്ട് അതിനെ കാട്ടിലേക്ക് വിടുന്നു. കാട്ടിലേക്ക് പോയ പാമ്പ് തവളയെ അന്വേഷിച്ച് അല്ലെങ്കിൽ മറ്റ് ഇരകളെ അന്വേഷിച്ച് നാട്ടിലേക്ക് വരുമ്പോൾ മനുഷ്യനെ കാണുമ്പോൾ മനുഷ്യനെ കടിക്കുന്നു. ഇതാണ് ഇന്നത്തെ നിയമം. അങ്ങനെ പാമ്പ് കടി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 100-ൽ പരം മരണം കഴിഞ്ഞ വർഷം ഈ സംസ്ഥാനത്തുണ്ടായി. ഏതാണ്ട് 123 പാമ്പ് കടികൾ കൊണ്ടുള്ള മരണങ്ങൾ കഴിഞ്ഞ വർഷം ഈ സംസ്ഥാനത്തുണ്ടായി. എന്നിട്ടും പാമ്പിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ നയം. ആ നയത്തെ വിമർശിക്കുകയോ അനുകൂലിക്കുകയോ ചെയ്യുക അല്ല ഇതിൻ്റെ ഉദ്ദേശം. ഈ പാമ്പിനെ കണ്ടാൽ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് മനസ്സിലാകണം. ഒന്ന്, ഇരിക്കുന്ന ഡോക്ടർമാർക്ക് അത് കണ്ട് ശീലം വേണം. ത്രികോണാകൃതിയിൽ തലയുള്ള വട്ടം ശരീരമുള്ള നീണ്ട ഇതാണ് അണലി. അണലിയുടെ കടിയാണ് ഏറ്റവും കൂടുതൽ ഇന്ന് കേരളത്തിൽ കാണുന്നത്. അതിനെ നമ്മുടെ നാട്ടിൽ ഈ കൊട്ടാരക്കരയൊക്കെ പറയുന്നത് ചുരുട്ട എന്നുള്ള ഒരു വാക്കാണ്. പിന്നെ ഒരു കടി കാണുന്നത് ക്രൈറ്റ് അല്ലെങ്കിൽ ശംഖുവരയൻ. അത് വളരെ സാധാരണമാണ്. അതിനെ കാണുമ്പോൾ തന്നെ അറിയാം, സ്ട്രൈപ്സ്, ഒന്നര വിട്ട് ബ്ലാക്കും വൈറ്റുമായിട്ടുള്ള സ്ട്രൈപ്സ് ഉള്ള ഇത്. അതുപോലെ മറ്റൊരു കടിയാണ് കോബ്ര. ഈ നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, മൂർഖൻ പാമ്പിൻ്റെ കടി കുറവാണ്. കാരണം അണലിയാണ് കൂടുതൽ. ഈ 2 കടികളും ആണ് 20% പാമ്പ് കടി. ബാക്കി 80% പാമ്പ് കടിയും യാതൊരു ദോഷവുമില്ലാത്തതാണ്. എന്ന് വിചാരിച്ച് നേരെ കയറി വീട്ടിൽ പോകരുത്. നിങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഒബ്സർവേഷനിൽ നിൽക്കണം. എങ്കിലേ നിങ്ങളുടെ ചിലപ്പോൾ കോബ്ര ബൈറ്റൊക്കെ 3-4 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും അതിൻ്റെ ആദ്യമായിട്ടുള്ള ലക്ഷണങ്ങൾ പുറപ്പെടുവിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളത് വളരെ സീരിയസ് ആയിട്ട് പാമ്പാണ് കടിച്ചതെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ കാണാം. ഇത് കാണുമ്പോൾ തന്നെ അറിയാം, 2 ഫാങ്സ്, അത് 2 ബൈറ്റ് ഉള്ള കടികളൊക്കെ മിക്കവാറും വിഷപ്പാമ്പിൻ്റെയാണ്. മൾട്ടിപ്പിൾ ആയിട്ടുള്ള ബൈറ്റ്സ് ഉള്ളത്, മൾട്ടിപ്പിൾ ബൈറ്റ്സ്, അതായത് ഒരു ടീത്തിൻ്റെ മൾട്ടിപ്പിൾ ബൈറ്റ്സ് ഉള്ളത് മിക്കവാറും വിഷമില്ലാത്ത പാമ്പിൻ്റെയാണ്. ചേരയുടെ കടിയായിരിക്കും. 80% കടിയും വിഷമില്ലാത്ത പാമ്പാണ്. അത് മിക്കവാറും ചേരയായിരിക്കും. ചേര കണ്ടാൽ നമുക്കറിയാം. അത് കണ്ടാലും അറിയാത്ത ആൾക്കാരുണ്ട്. എന്നാൽ ചേര എന്ന് പറഞ്ഞാൽ നീളമുള്ള മഞ്ഞ ചേരയാണ്. കറുത്ത ചേര കാണും, എനിക്കറിയില്ല. അന്ന് ആൾക്കാർ കൊണ്ടുവരുന്നത് ഈ ചേര കൊണ്ടുവരുന്നവരുണ്ട്, അല്ലെങ്കിൽ അണലിയെ തല്ലിക്കൊന്നു വരുന്നവരുണ്ട്. അപ്പോൾ അന്ന് എന്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അണലിയാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അതിൻ്റെ ബ്ലഡിൻ്റെ പരിശോധന തുടങ്ങും. ബ്ലഡിലെ പരിശോധന തുടങ്ങിയും BT CT ആണ് എടുക്കുന്നത്.
അതിൽ CT അല്ലെങ്കിൽ ക്ലോട്ടിംഗ് ടൈം സാധാരണഗതിയിൽ 7 മിനിറ്റ് നിർക്കും. ഇത് ഓരോ 15 മിനിറ്റും 7 മിനിറ്റ് ഇത് ചെയ്തുകൊണ്ടിരിക്കണം. ഈ ക്ലോട്ടിംഗ് ടൈം അവിടെ ലാബ് ടെക്നീഷ്യൻ്റെ ഒരു ആവശ്യകത വളരെ വലുതാണ്. ആ CT ഇങ്ങനെ ചില സമയത്ത് 24 മണിക്കൂറായാലും CT ക്ലോട്ട് ചെയ്യത്തില്ല, അല്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യത്തില്ല. അതിൻ്റെ അർത്ഥം ബ്ലീഡിങ് ശരിക്കുണ്ട് എന്നാണ്. അത് കണ്ണെന്നാൽ ഉടനെ പോളിവാലന്റ് സെറം എന്ന് പറയുന്ന ആൻറ്റി വെനസ് സ്നേക്ക് സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആണെന്ന് തോന്നുന്നു, അത് ഉണ്ട്. അത് കൊടുത്തോണ്ടിരിക്കണം. അത് കൊടുത്ത് നോർമൽ ബ്ലീഡിങ് ടൈം അല്ലെങ്കിൽ ക്ലോട്ടിംഗ് ടൈമിലേക്ക് നമ്മളെ അത് കൊണ്ടുവരണം. ചിലപ്പോൾ 19, 20, 30 ആംബ്യൂൾസ് വരെ കൊടുത്തിട്ടുണ്ട്. ഒരു ആംബ്യൂളിൻ്റെ പടം ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള വിഷങ്ങളാണ് ഹെമറ്റോടോക്സിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ബ്ലഡിനെ ബാധിക്കുന്നതായിട്ടുള്ള പാമ്പ് കടികൾ. ഇനിയും ശരീരത്തിലെ നെർവസ് സിസ്റ്റത്തെ പാമ്പ് കടിക്കുന്ന ഇതാണ് ക്രൈറ്റും അതുപോലെ കോബ്രായും. ചില സമയത്തൊക്കെ പാടത്തുനിന്ന് വന്നതായിട്ടുള്ള ആൾക്കാർ 4-5 മണിക്കൂർ കഴിയുമ്പോഴായിരിക്കും ഇത് വരുന്നത്. അവർ വരുന്നത് ആദ്യമായിട്ട് അവർ ഉറങ്ങാം, അവരുടെ കണ്ണ് താഴോട്ട് പോന്നു എന്ന് പറയും, ഞങ്ങൾക്ക് ഉറക്കം വരുന്നു. പക്ഷെ ആ സമയത്ത് നീ ചിന്തിച്ചോളുക. ഡോക്ടർമാരോട് ഞാൻ പറയുകയാണ്, ആസ് എ സീനിയർ കൺസൾട്ടൻറ്റ് ഞാൻ ഡോക്ടർമാരോടും പറയുകയാണ്, എപ്പോഴീ കണ്ണ് താഴുന്നു അല്ലെങ്കിൽ ഉറക്കം വരുന്നു എന്ന് അവർ പറയുന്നു, അല്ലെങ്കിൽ അവർ ഉറക്കം കിടക്കാനായിട്ട് ശ്രമിക്കുന്നു, ആ സമയത്ത് നിങ്ങൾ മനസ്സിലാക്കുക, ഡ്രോപ്പിംഗ് ഓഫ് ഐലിഡ്സ് ഈസ് എ സിംറ്റം ഓഫ് കോബ്ര ബൈറ്റ്. ആ സിംറ്റം കൊണ്ട് നിങ്ങളതിനെ മനസ്സിലാക്കണം. താമസിയാതെ അത് റെസ്പിറേറ്ററി പാരാലിസിസിലേക്കും ഡയഫ്രത്തെ അഫക്റ്റ് ചെയ്യും. ആ സമയത്ത് വെന്റിലേറ്ററിൽ ഇടണം. അതിനു മുമ്പ് നിങ്ങൾ ആൻറ്റിവലം സെറം തുടങ്ങിക്കണം. മെഡിക്കൽ കോളേജിൽ പോകാൻ വിട്ട് കഴിഞ്ഞാൽ അതിനു മുമ്പ് ചത്തുപോകും. അപ്പോൾ ഇവിടെ ഡയഗ്നോസിസ് ആണ് വലിയ ഇമ്പോർട്ടൻ്റ്. ഇത് ശരീരത്തിൻ്റെ ഹെമറ്റോടോക്സിക് ആണോ ന്യൂറോടോക്സിക് ആണോ എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പ്രയാസപ്പെടും. ഇതിനകത്ത് ന്യൂറോടോക്സിക് ആണെങ്കിൽ അപ്പോൾ തന്നെ കൊടുത്തിരിക്കണം. ന്യൂറോടോക്സിക് ആണ് ഏറ്റവും അപകടകാരി. ഹെമറ്റോടോക്സിക് സമയമെടുക്കും. അത് ഡയാലിസിസ് ചിലപ്പോൾ ചെയ്യേണ്ടി വരും, മറ്റേത് വെന്റിലേറ്റർ ഇടേണ്ടി വരും. ഇങ്ങനെ ഈ പാമ്പിനെ കണ്ട് പഠിച്ചവർക്കേ ഈ പാമ്പ് കടി എന്താണെന്ന് അറിയാനായിട്ട് പറ്റും. ദോശ ഉണ്ടാക്കി പഠിച്ചവനെ ദോശ ഉണ്ടാക്കാൻ അറിയാവൂ, അല്ലാത്തവന് ദോശ തിന്നാനേ അറിയാവൂ. ഞാൻ പറയുന്നത്, ഇന്ന് മെറിറ്റിൽ പാസ്സായി ഇരിക്കുന്ന ഡോക്ടർമാർ ഒരുപാട് പേരുണ്ട്. പക്ഷെ അവരുടെ ജീവിതത്തിൽ പല വേദനകളും ഭാരങ്ങളും ഉണ്ട്, അതറിയരുത്. ഒരു കാലത്ത് മെറിറ്റ് വേണ്ടാന്ന് പറഞ്ഞ് MBBS അഡ്മിഷൻ കൊടുത്തിട്ട് ഇന്ന് വെള്ളം കുടിക്കുന്നതിന് ഒരു സ്ഥിതി ഇന്ന് സമൂഹം അതെ ബാധിക്കുകയാണ്. ഞാൻ ഡോക്ടർമാരെയോ അവരുടെ സംഘടനയോ അല്ലെങ്കിൽ അവരെ ഒന്നും വിമർശിക്കുകയല്ല, പകരം ഇതേക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരായിരിക്കണം എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറയുകയാണ്. ആൻറ്റി സ്നേക്ക് വൈറസ് ഇത് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് എല്ലാ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും, ഞാൻ വർക്ക് ചെയ്ത KNS ആശുപത്രിയിലും, ഈ KNS ആശുപത്രി എന്ന് കൊട്ടാരക്കര എന്ന് പറയുന്നത് ഇന്നില്ല. അത് അന്നത്തെ SNDPയുടെ പ്രസിഡൻ്റായിരുന്ന സതീഷ് സാറ് ആണ് അതിൻ്റെ ചീഫ് MD ആയിരുന്ന സമയത്താണ് ഞാൻ അവിടെ ഉണ്ടായിരുന്നത്. അതിനുശേഷം പിന്നെ അതിൻ്റെ ഒരു അധോഗതിയാണ് കണ്ടത്. ഇന്ന് അല്പം വളർന്നിട്ടുണ്ട്. പക്ഷെ എന്നെ ഞാനാക്കിയ ദൈവം, അതുപോലെ KNS ആശുപത്രിയിൽ 8 വർഷക്കാലം ജോലി ചെയ്യാൻ എനിക്കൊരു ഭാഗ്യം കിട്ടി. അന്ന് വർഷങ്ങൾക്ക് മുമ്പാണ്, ഞാൻ 10-12 വർഷം മുമ്പത്തെ കാര്യങ്ങളാണ് ഈ പറയണത്. അന്ന് ഈ പാമ്പിനെ തല്ലിക്കൊണ്ട് വരുന്നത് ഒരു വലിയ പ്രശ്നമായിരുന്നില്ല. അന്ന് ആരും കേസെടുത്തതുമില്ല. അന്ന് പേഷ്യൻസ് രക്ഷപ്പെടുകയും ചെയ്തു. ഞാനിത് വളരെ വിനയത്തോടുകൂടി പറയട്ടെ, പാമ്പിനെ കണ്ട് പഠിക്കണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ എല്ലാവിധ സംശയങ്ങൾക്കും ഞാൻ മറുപടി തരാം. വീണ്ടും ഒരു എപ്പിസോഡിനെ കേട്ട നിങ്ങൾ 9 മിനിറ്റിനെ ശ്രമിച്ച നിങ്ങൾക്ക് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട്, എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ. നിങ്ങളുടെ വികാരങ്ങളെ ഞാൻ മാനിക്കുന്നു. ഓക്കെ, കാണാം.